ഗുരുതരമായി പരിക്കേറ്റ 100 പാലസ്തീൻ കുട്ടികളെ ഗാസയിൽ നിന്ന് ഇറ്റലിയിലേക്ക് വൈദ്യചികിത്സയ്ക്കായി കൊണ്ടുവരാനൊരുങ്ങി വത്തിക്കാൻ. വൻതോതിലുള്ള ബോംബാക്രമണത്തിനിടെ ഗാസയിൽ ഗുരുതരമായി പരിക്കേറ്റ 100ഓളം കുട്ടികളെ നിരവധി ഇറ്റാലിയൻ ആശുപത്രികളിലേക്ക് മാറ്റുന്നതിനാണ് പദ്ധതി ഇടുന്നത്. കുട്ടികളെ ഈജിപ്തിൻ്റെ അതിർത്തി വഴി റോമിലെ സിയാംപിനോ വിമാനത്താവളത്തിലേക്ക് കൊണ്ടുപോകും. അവിടെ നിന്ന് ഇവരെ വിവിധ ഇറ്റാലിയൻ പീഡിയാട്രിക് ആശുപത്രികളിൽ പ്രവേശിപ്പിക്കും. അടുത്ത ദിവസങ്ങളിൽ ആരംഭിക്കുന്ന ഓപ്പറേഷനിൽ ഗസയിൽ നിന്ന് 100 പാലസ്തീൻ കുട്ടികളെ വിമാനത്തിലും കപ്പലിലും എത്തിച്ച ശേഷം ഇറ്റലി ആശുപത്രിയിൽ ചികിത്സ നൽകുമെന്ന് പ്രതിരോധ മന്ത്രി ഗൈഡോ ക്രൊസെറ്റോ ബുധനാഴ്ച വ്യക്തമാക്കിയിരുന്നു. ഈജിപ്ഷ്യൻ തുറമുഖമായ അൽ അരീഷിൽ നിന്ന് പുറപ്പെടുന്ന സൈനിക കപ്പലായ വൾക്കാനോയിൽ മറ്റൊരു 30 പേർ ജനുവരി അവസാനത്തോടെ കുടുംബസമേതം ഇറ്റലിയിലെത്തും. ശേഷിക്കുന്ന 40 കുട്ടികളെ എപ്പോൾ അല്ലെങ്കിൽ എങ്ങനെ കൊണ്ടുപോകുമെന്ന് ക്രൊസെറ്റോ വ്യക്തമാക്കിയിട്ടില്ല. ഒക്ടോബർ 7-ന് തെക്കൻ ഇസ്രായേലി പട്ടണങ്ങളിലും താവളങ്ങളിലും അതിർത്തി കടന്ന് 1200 പേരെ കൊല്ലുകയും 253 പേരെ ബന്ദികളാക്കുകയും ചെയ്തതിനെ തുടർന്ന് പലസ്തീനിലെ തീവ്രവാദ ഗ്രൂപ്പായ ഹമാസിനെ ഉന്മൂലനം ചെയ്യാൻ ഇസ്രായേൽ സൈന്യം സമ്പൂർണ്ണ യുദ്ധം ആരംഭിച്ചതിനു ശേഷം 25,700 പലസ്തീനികൾ കൊല്ലപ്പെട്ടിട്ടുണ്ട്.